വിഷ്ണുവേട്ടൻ വിളിച്ചില്ലല്ലോ അമ്മ. അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എന്തെങ്കിലും കാര്യത്തിനായിട്ട് തിരക്കിട്ട് ഓടി നടക്കുമായിരിക്കും. വൈകുന്നേരം എന്തായാലും ഇങ്ങോട്ട് വരുമല്ലോ. അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റിയില്ലല്ലോ. നമ്മൾ സംശയിക്കുന്ന പോലെയൊന്നും അവിടെ സംഭവിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ പെട്ടെന്നൊക്കെ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ? എത്ര വർഷമായിട്ട് അവിടെ താമസിക്കുന്നതാ? ഇതെല്ലാം ഗവൺമെന്റ് കാര്യങ്ങളല്ലേ അമ്മ. അതവർ അതിന്റെ സമയത്ത് തന്നെ നടത്തും. എന്നാൽ ഇത് എവിടെ പോകും? ഒരു വീട് പോലും വാടകയ്ക്ക് എടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വിഷ്ണു ഇവിടെ തന്നെ ആയിരുന്നല്ലോ. പിന്നെ എപ്പോഴാ വീടൊക്കെ പോയി കാണാനുള്ള സമയം? എന്തായാലും സത്യം ഒരു വഴി കാണാതിരിക്കില്ല. ആ, ഹലോ. ഞാൻ രമണൻ പിള്ളയാ, സത്യമ്മയുടെ വീട്ടിലെ. ആ, മനസ്സിലായി പിള്ളച്ചേട്ടാ. ശാലിനി കുഞ്ഞിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതാ ഞാൻ ഈ നമ്പറിലേക്ക് വിളിച്ചത്. ശാലിനി ഇവിടെ ഉണ്ട്, കൊടുക്കട്ടെ? എങ്കിൽ വലിയ ഉപകാരമായി. പിള്ളച്ചേട്ടനാ, നിന്നോടെന്തോ പറയാനുണ്ടെന്ന്. പിള്ളച്ചേട്ടാ പറഞ്ഞു. ശാലിനിയെ കുഞ്ഞെ, എല്ലാം പോയി കുഞ്ഞെ. നമ്മുടെ വീട് ജപ്തി ചെയ്തു. മോളെ, സാധനങ്ങളെല്ലാം പുറത്തിട്ടേക്കോ. ഞാനും പൊന്നിയും ഗേറ്റിന് പുറത്തുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അച്ഛനും സത്യമ്മയൊക്കെ. വിഷ്ണുവേട്ടൻ അവിടെ ഇല്ലേ? ആ ചന്ദ്രബോസ് പോലീസുകാരനോട് വഴക്കുണ്ടാക്കിയിട്ട് വിഷ്ണു കുഞ്ഞ് എവിടേക്കോ പോയിരിക്കുക. ഞങ്ങളോട് സാധനങ്ങളൊക്കെ എടുത്തോളാൻ പറഞ്ഞിട്ട് സത്യാമ്മയെ രാഘവൻ സാറും കൂടി ഓട്ടോ പിടിച്ച് എങ്ങോട്ടും ഇറങ്ങിപ്പോയി. വീട് പൂട്ടി സീൽ ചെയ്തിട്ട് ചന്ദ്രബോസും വന്നവരൊക്കെ പോയി. ഞങ്ങളിപ്പോ പുറത്തേക്ക് വിളിച്ചിട്ട് ആരും ഒട്ടും ഫോൺ എടുക്കുന്നുമില്ല. ഞങ്ങൾ എന്താ കുഞ്ഞാ വേണ്ടത്? പിള്ളച്ചേട്ടാ തൽക്കാലം അവിടെ തന്നെ നിൽക്ക്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അല്പം കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി.